500 കോടിയെങ്കിലും നേടുമെന്നാണ് വിശ്വാസം. കാരണം എല്ലാവരും നല്ല പെർഫോമൻസ് ലഭിക്കും. എ ക്ലാസിക് ക്രിമിനൽ ഈസ് കം ബാക്ക്. അത്രമാത്രം ഫസ്റ്റ് പാർട്ടിനെയും സെക്കൻഡ് പാർട്ടിനെ കവച്ചു വെക്കുന്ന രീതിയിലാണ് തേർഡ് പാർട്ട് ജിത്തു ജോസഫ് ഒരുക്കിയിട്ടുള്ളത്. നമ്മളെ കണ്ടു മറന്ന ക്ലീശകൾ അല്ലാതെ യഥാർത്ഥമായിട്ടൊരു ഫസ്റ്റ് ഹാഫ് ഫാമിലി ആയിട്ട് പോയി, സെക്കൻഡ് ഹാഫ് ഓരോ നിമിഷം പ്രേക്ഷകരെ മുൾമുനയിൽ, നമ്മുടെ രോമകൂപങ്ങളൊക്കെ എണിച്ചു നിൽക്കുന്ന രീതിയിൽ പ്രേക്ഷകരെ മുൾമുനയിൽ നിർത്താൻ ജിത്തു ജോസഫിന്റെ രചന സംവിധാനത്തിന് കഴിഞ്ഞു. മോഹൻലാൽ, ഞാൻ അങ്ങയെക്കുറിച്ച് പറയുന്നില്ല. വാട്ട് എ ഔട്ട്സ്റ്റാൻഡിങ് പെർഫോമൻസ്. എല്ലാവരും കുടുംബസമേതം കാണേണ്ട സിനിമയാണ്. 4ാം ഭാഗത്തിന് ഒരു സൂചന കൊടുത്തിട്ടാണ് പടം അവസാനിപ്പിക്കുന്നത്. വാട്ട് എ ബ്രില്യൻ ഡയറക്ടർ മിസ്റ്റർ ജിത്തു ജോസഫ്. ഔട്ട്സ്റ്റാൻഡിങ് പെർഫോമൻസ് മിസ്റ്റർ ലാലേട്ടൻ ആൻഡ് മീന ആൻഡ് ടീം. ഈ പടം മിക്കവാറും നല്ല പെർഫോമൻസ്, കുടുംബം മൊത്തം കാണണം. നമ്മളെ ഇനി വരുമ്പോൾ തലമുറ നല്ലോണം ഇത് കണ്ട് മനസ്സിലാക്കണം. ഈ പടം മിക്കവാറും ഒരു 500 കോടിയെങ്കിലും നേടുമെന്നാണ് വിശ്വാസം. കാരണം എല്ലാവരും നല്ല പെർഫോമൻസ് ലഭിക്കും. പടം എങ്ങനെയുണ്ട്? അടിപൊളി പടമാണ്. 100 കോടിന്റെ മേലെ പോകും. പടം നല്ല പടം. മക്കളെ ദൃശ്യം 3 കണ്ടിപ്പോ ഇറങ്ങിയിട്ടുള്ളൂ. നമ്മളെ ജിത്തു ജോസഫിന്റെ 3ാമത്തെ ബ്രില്യൻസ് എന്ന് പറഞ്ഞിട്ടോ പറയാൻ. പടം ഒരു രക്ഷയിൽ നല്ല കീട്ടിലും പടം രോമം വരെ നീച്ചിക്കണുണ്ട് കേട്ടോ. 4ാമത്തെ ഉക്ക് കൊളുത്തിട്ടാണ് നമ്മളെ പടം അവസാനിക്കണം കേട്ടോ. ലാലേട്ട ഒന്നും പറയാനില്ല, നിങ്ങൾ പൊളിച്ച്. ഫുൾ ക്യാരക്ടർ അടിപൊളി.